ഇന്ത്യയുടെ പ്രതിരോധ മേഖല മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ഉപകരണ നിർമ്മാതാവാകാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് എയ്റോ ഇന്ത്യ പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 2024-25 പ്രതിരോധത്തിൽ നിന്ന് $25 ബില്യൺ സമ്പാദിക്കാനും മറ്റ് രാജ്യങ്ങളിലേക്ക് $5 ബില്യൺ മൂല്യമുള്ള ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നൂതന സാങ്കേതിക വിദ്യയും രാഷ്ട്രീയ നിലപാടുകളും രാജ്യത്തിന്റെ വികസന ലക്ഷ്യങ്ങളുമെല്ലാം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ കാതലായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യ സൃഷ്ടിക്കുന്നതിനായി അവർ ഗവേഷണ ഫണ്ടുകളുടെ 25% ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച 2024-25 ഇടക്കാല ബഡ്ജറ്റിൽ പ്രതിരോധ മന്ത്രാലയത്തിന് മൊത്തം 47,65,768 കോടി ബഡ്ജറ്റിൽ 6,21,541 കോടി ലഭിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇടക്കാല ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെന്റ് ചെലവിന്റെ 13%, മുൻ വിഹിതങ്ങളെ അപേക്ഷിച്ച് 4.7% വർദ്ധിച്ചു. ഇത് എല്ലാ മന്ത്രാലയങ്ങളിലും ഏറ്റവും ഉയർന്നതാണ്. ഇന്ത്യ ഇതിനകം തന്നെ 75ഓളം രാജ്യങ്ങൾക്ക് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. ഇത് കൂടുതൽ വളർച്ചയ്ക്ക് ഇടം നൽകുന്നു. തൽഫലമായി പല പ്രതിരോധ കമ്പനികളുടെയും ഓഹരി വിലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിലകൊള്ളുന്ന കമ്പനികൾക്ക് ഒന്നും ഒരുപക്ഷെ പറയാൻ സാധിക്കണമെന്നില്ല. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നിവർ ക്ലയന്റുകളാണെന്ന്. എന്നാൽ ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഈ കമ്പനി വേറിട്ടു നിൽക്കുന്നത് അതിന്റെ വരുമാനത്തിന്റെ 40% കയറ്റുമതിയിലാണ് ഊന്നൽ നൽകുന്നത് എന്നതിനാലാണ്. അത് ഡിഫൻസ് സ്റ്റോക്സിന്റെ ഇടയിൽ ഒരു അപൂർവ നേട്ടം തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം അതിന്റെ വരുമാനം ഇരട്ടിയിലേറെയുമായിരുന്നു. എന്താണ് ഈ പ്രതിരോധ സാങ്കേതിക ദാതാവിനെ വേറിട്ട് നിർത്തുന്നത്? കേവലം ഒരു വർഷത്തിനുള്ളിൽ 126.89% ശ്രദ്ധേയമായ റിട്ടേൺ നൽകി. 3 വർഷത്തിനിടയിൽ അതിന്റെ സ്റ്റോക്ക് ശ്രദ്ധേയമായ 295% ഉയർന്നു. ഇന്ത്യ ഉയർന്ന പ്രതിരോധം ലക്ഷ്യമിടുന്നതും നിരവധി രാജ്യങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ തേടുന്നതുമായതിനാൽ ആസ്ട്രോ മൈക്രോവേവിന്റെ ഉപകരണങ്ങൾക്ക് നല്ല ഭാവിയുണ്ടെന്ന് കരുതാം. അതിനാൽ ഈ കമ്പനി എന്താണ് ചെയ്യുന്നത്, ഭാവിയിലേക്കുള്ള അതിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്ക് നോക്കാം. RF, മൈക്രോവേവ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പ്രൊജക്ട് മാനേജ്മെന്റ് എന്നിവയിൽ പരിചയസമ്പന്നരായ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ 1991 ആരംഭിച്ചതാണ് ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ്. നിർണായക ആപ്ലിക്കേഷനുകൾക്കായി ഉയർന്ന നിലവാരമുള്ള RF മൈക്രോവേവ് സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും നിർമ്മിക്കാനും കഴിവുള്ള ഒരു വിശ്വസനീയമായ സ്വകാര്യ കമ്പനിയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ് സ്ഥാപിതമായതാണെന്ന് ചുരുക്കത്തിൽ പറയാം. കഴിഞ്ഞ 30 വർഷമായി യൂണിറ്റ് 1 എന്ന പേരിലുള്ള ഒരു ചെറിയ ഉൽപാദന പ്ലാന്റിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപ്റ്റീവ് ടെസ്റ്റ് സൗകര്യങ്ങൾ എന്നിവയിലെ തുടർച്ചയായ നിക്ഷേപം വഴി 800 കോടി രൂപയുടെ വിറ്റുവരവുള്ള സ്ഥാപനമായി ഈ കമ്പനി മാറിയിട്ടുണ്ട്. കമ്പനിക്ക് 3 പ്രൊഡക്ഷൻ യൂണിറ്റുകളും 2 R&D യൂണിറ്റുകളും ഒരു പ്രത്യേക സ്പേസ് സർട്ടിഫൈഡ് സൗകര്യവുമുണ്ട്. PCB അസംബ്ലിക്കായി 3 ഓട്ടോമാറ്റിക് അസംബ്ലി ലൈനുകളും 5 ക്ലാസ് 10,000 ക്ലീൻ റൂമുകളും 30 MHz മുതൽ 40 GHz വരെയുള്ള ഫങ്ഷണൽ ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, EMI അഥവാ EMC സൗകര്യം ഉൾപ്പെടെയുള്ളതും ഇൻഹൗസ് എൻവയോൺമെന്റ് ടെസ്റ്റ് ഫെസിലിറ്റീസ് എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ അസംബ്ലി ടെസ്റ്റ് സൗകര്യങ്ങൾ AMPL-ന് ഉണ്ട്. ആന്റന ടെസ്റ്റ് ആൻഡ് മെഷർമെന്റ് റേഞ്ച് എന്നൊരു ഇന്ത്യൻ സ്വകാര്യ വ്യവസായത്തിനും ആദ്യത്തേതാണ് ഇത്. ആസ്ട്ര മൈക്രോവേവിന്റെ ബിസിനസ് സെഗ്മെന്റ്സ് നോക്കിയാൽ ഡിഫൻസ്, സ്പേസ്, മെട്രോളജി, സിവിൽ ടെലികോം എന്നിവയാണ് കമ്പനിയുടെ ബിസിനസ് വെർട്ടിക്കൽസ്. അതിൽ പ്രധാനി എന്ന് പറയാവുന്നത് ഡിഫൻസ് തന്നെയാണ്. 2023 സാമ്പത്തിക വർഷത്തിലെ മൊത്തം വരുമാനത്തിന്റെ 55% ഡിഫൻസ് ആണ് AMPL-ന് സംഭാവന ചെയ്തിരിക്കുന്നത്. ഇനി സ്പേസ് വെർട്ടിക്കൽസിലോട്ട് വരികയാണെങ്കിൽ ISRO-യ്ക്ക് വേണ്ടി ഫ്ലൈറ്റ് മോഡലിലും ഗ്രൗണ്ട് ബേസ് ഇലക്ട്രോണിക്സിലും കമ്പനി പങ്കെടുത്തിട്ടുണ്ട്. 2023 സാമ്പത്തിക വർഷത്തിൽ ഈ വിഭാഗം മൊത്തം വിൽപ്പനയുടെ 1% മെട്രോളജി അഥവാ സിവിൽ ടെലികോം സെഗ്മെന്റിൽ നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള കാലാവസ്ഥ, പാരിസ്ഥിതിക മാറ്റങ്ങൾ അളക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കമ്പനി സൃഷ്ടിക്കുന്നതാണ് ഈ വെർട്ടിക്കൽസ്. 2023 സാമ്പത്തിക വർഷത്തിൽ ഈ സെഗ്മെന്റ് മൊത്തം വിൽപ്പനയുടെ 4% ആസ്ട്ര മൈക്രോവേവിന്റെ ഫൈനാൻഷ്യൽസ് അനലൈസ് ചെയ്യുമ്പോൾ 2023 സാമ്പത്തിക വർഷത്തിൽ ആസ്ട്ര മൈക്രോവേവിന്റെ വരുമാനം 8.6% വർദ്ധിച്ചു. 2022 സാമ്പത്തിക വർഷത്തിലെ 750.46 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 815.52 കോടി രൂപയിലെത്തി. ഫൈനാൻഷ്യൽ 2020 മുതൽ 2023 വരെയുള്ള 4 വർഷങ്ങളിൽ കമ്പനി വരുമാനത്തിൽ 20.4% ശക്തമായ ഒരു കോമ്പൗണ്ട് വാർഷിക വളർച്ചാ നിരക്ക് കാണിച്ചിട്ടുണ്ട്. അതേസമയം അറ്റാദായത്തിൽ ഗണ്യമായ വർധനവുണ്ടായി. 2022 സാമ്പത്തിക വർഷത്തിലെ 37.87 കോടി രൂപയിൽ നിന്ന് 84.4% ഉയർന്ന് 2023 സാമ്പത്തിക വർഷത്തിൽ 69.83 കോടി രൂപയായി.
ഫൈനാൻഷ്യൽ 2020 മുതൽ 2023 വരെയുള്ള 4 വർഷത്തെ കാലയളവിൽ അറ്റാദായം 16.6% എന്ന ഒരു സോളിഡ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് പ്രകടമാക്കി. ഫൈനാൻഷ്യൽ ഇയർ 2023 ആസ്ട്ര മൈക്രോവേവ് 11.37% റിട്ടേൺ ഓൺ ഇക്വിറ്റിയും 15.84% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും നേടി ശക്തമായ ഒരു സാമ്പത്തിക പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ആസ്ട്ര മൈക്രോവേവിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് നോക്കുമ്പോൾ 2023 ഡിസംബറിലെ കണക്കനുസരിച്ച് കമ്പനിയുടെ ഓർഡർ ബുക്ക് 1813 കോടി രൂപയാണ്. ഇത് 2023 സാമ്പത്തിക വർഷത്തിലെ വിൽപ്പനയുടെ ഇരട്ടിയാണ്. നിർണായക സംവിധാനങ്ങൾ, ഉപസിസ്റ്റങ്ങൾ പ്രാദേശികവൽക്കരിക്കുന്നതിന് പ്രതിരോധ ബഹിരാകാശ മേഖലകളിൽ ശക്തമായ പിന്തുണയോടെ ആഭ്യന്തര കയറ്റുമതി വിപണികളിൽ ഓർഡർ വരുന്നത് AMPLന് വലിയൊരു അവസരമുണ്ട്. 2028ഓടെ ഏകദേശം 8000 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിക്കുമെന്ന് AMPL പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും പ്രതിരോധം, ബഹിരാകാശ ഇലക്ട്രോണിക്സ് എന്നിവയിൽ റോ മെറ്റീരിയൽസ്, സബ് കോമ്പണൻസ് എന്നിവയുടെ ഒരു ഡൊമസ്റ്റിക് പർച്ചേസ് കൂട്ടുന്നതിലൂടെ സപ്ലൈ ചെയിൻ ഡിഫിക്കൽട്ടീസ് കുറയ്ക്കാനും ഓവറോൾ എക്സിക്യൂഷൻ മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നും കമ്പനി വിലയിരുത്തുന്നു. 6254 കോടിയുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനി 2024 ഫെബ്രുവരി 9 694 രൂപ എന്നൊരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയത്. ഏപ്രിൽ 10, 2023 245 രൂപ എന്നൊരു 52 വീക്ക് ലോ കമ്പനി ക്രിയേറ്റ് ചെയ്തത്. അവിടെ നിന്നാണ് 694 എന്നൊരു 52 വീക്ക് ഹൈ കമ്പനി ക്രിയേറ്റ് ചെയ്തത്. നിലവിൽ ഈ കമ്പനിയുടെ ഓഹരി 664 രൂപയിലാണ് വ്യാപാരം നടത്തുന്നത്. ബ്രോക്കറേജ് ഫേമായ ICICI സെക്യൂരിറ്റീസ് ആസ്ട്ര മൈക്രോവേവിന് 800 രൂപ എന്നൊരു ടാർഗറ്റ് പ്രൈസോടെ ഒരു ബൈ കോൾ നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ശക്തമായ ഓർഡർ ബുക്ക്, ശക്തമായ ഗവേഷണ വികസന കഴിവുകൾ, സ്വദേശിവൽക്കരണത്തിലേക്കുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുന്നേറ്റം എന്നിവയ്ക്കൊപ്പം പ്രതിരോധ ബഹിരാകാശ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ ആസ്ട്ര മൈക്രോവേവ് ഉൽപ്പന്നങ്ങൾ മികച്ച സ്ഥാനത്താണ്. വിവിധ പ്ലാറ്റ്ഫോമുകൾക്കായി നിർണായകമായ സബ്സിസ്റ്റങ്ങളും ഘടകങ്ങളും വികസിപ്പിക്കുന്നതിൽ കമ്പനിയുടെ വൈദഗ്ധ്യം വരും വർഷങ്ങളിലും ഗണ്യമായ ഓർഡറുകൾ സുരക്ഷിതമാക്കാനായിട്ട് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം.